കറക്റ്റ് പൊട്ടിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഓളെ മേലെ കൂടി ഷോൾ ഇട്ടിട്ട് കട്ട് ചെയ്ത് രണ്ടാളും നോക്കണം. രണ്ടാൾ കൂടിയിട്ട് വന്നിരിക്കണം. ഒരു മിനിറ്റ് ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ എടുക്കണം. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ വൈരങ്കോട് ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ മാല മോഷ്ടിക്കപ്പെട്ടത്. വൈരങ്കോട് ചെറിയ തീയാട്ടുത്സവത്തിന് പോകാൻ ബസ്സിൽ കയറാൻ കാത്തുനിന്ന കുടുംബത്തിനൊപ്പമുള്ള കുഞ്ഞിന്റെ മാലയാണ് 2 യുവതികൾ അതിവിദഗ്ധമായി പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. ചുരിദാറും തട്ടവും ധരിച്ചെത്തിയ 2 യുവതികളാണ് മോഷണം നടത്തിയത്. തിരക്കിനിടയിൽ ചെന്നുനിന്ന് അതിവിദഗ്ധമായിട്ടായിരുന്നു മോഷണം. മാല മോഷ്ടിച്ച ശേഷം 2 പേരും കടന്നുകളയുകയും ചെയ്തു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇന്നലെ ചെറിയ തീയാട്ടായതിനാൽ ബസ്സിൽ കയറാൻ സാധാരണയിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ആദ്യം ബസ്സിൽ കയറി സീറ്റ് പിടിക്കാനുള്ള തിരക്കിനിടെ കുഞ്ഞിനെയും എടുത്ത് നിൽക്കുകയായിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും പുറകിൽ യുവതി വന്നു നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ പുറകിലെത്തിയ യുവതികളിൽ ഒരാൾ കൈമുട്ട് അല്പം ഉയർത്തി മടക്കി വെച്ച് ഷോൾ കൊണ്ട് കുഞ്ഞിന്റെ കഴുത്തുഭാഗം മറച്ചു. പിന്നെ പതിയെ ഇടം കൈകൊണ്ട് ആരുമറിയാതെ മാല പൊട്ടിച്ചെടുത്തു. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചെങ്കിലും പക്ഷേ മുകളിലൊരാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നെന്ന് മോഷ്ടാക്കൾ ഓർത്തില്ല. ബസ്സിലെ CCTV ക്യാമറയിൽ മോഷണരംഗം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കളുടെ മുഖവും വൃത്തിയായി കിട്ടി. വൈകാതെ തന്നെ മോഷ്ടാക്കൾ പിടിയിലാകും. ഈ ചാനൽ ന്യൂസ്, തിരൂർ.